ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അതിനായി കോഴിയിലേക്ക് ഉപ്പിടാം, മുളകുപൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, വിനാഗർ ഇടാം, ഗരം മസാലപ്പൊടി ഇടാം, ഇഞ്ചി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഇത് നല്ല പാങ്ങൽ മിക്സാക്കാം. ഫുള്ളും മിക്സാക്കിയിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ റെസ്റ്റിന് വെക്കാം. അപ്പോൾ കോഴിയിൽ നല്ല മസാല പിടിക്കും. റെസ്റ്റിന് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് ഉള്ളി മുറിക്കാം. തക്കാളി, പച്ചമുളക് പേസ്റ്റാക്കാം. ഇങ്ങനെ ആകണം. പച്ചമുളക് പേസ്റ്റാക്കിയിട്ട് തക്കാളി പേസ്റ്റാക്കാം. കരിവേപ്പില, തെളിച്ചെണ്ണയിലേക്ക് കോഴിയിടാം. നമ്മൾ മാഗ്നേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കനില്ലേ, അത് തിളച്ച എണ്ണയിലേക്ക് ഇടാം. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിടാം. ബിരിയാണിക്ക് ഓവർ മൊരിയണമെന്നില്ല, കുറച്ച് മൊരിഞ്ഞാൽ മതി. അപ്പുറം ഇപ്പോൾ നല്ല മൊരിയാം. ഒരു പാത്രം എടുക്കാം. ഓയിൽ, കാച്ചിയ ഓയിൽ തന്നെ ഇടാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഉള്ളി ഇടാം. ഉള്ളിയിട്ട് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ വരെ വഴറ്റാം. നല്ല വഴറ്റി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പച്ചമുളക് പേസ്റ്റ് ഇടാം. നല്ല പാങ്ങൽ ഇളക്കാം. തക്കാളി മുറിച്ചതിടാം. നല്ല പാങ്ങൽ വഴറ്റാം. തക്കാളി പേസ്റ്റ് ഇടാം. അത് നല്ല പാങ്ങൽ വഴറ്റാം. നല്ല പാങ്ങൽ വഴറ്റിയ ശേഷം കറിവേപ്പില ഇടാം. എന്നിട്ട് നല്ല പാങ്ങൽ പച്ചമണം പോവോളം ഇളക്കാം. അതിനുശേഷം മസാലകളിടാം. ഗരം മസാല ഇടാം, ചിക്കൻ മസാല ഇടാം, ബിരിയാണി മസാല, കുരുമുളക് പൊടി ഇടാം. അതിനുശേഷം നല്ല പാങ്ങൽ ഇളക്കാം. അതിൻ്റെ പച്ചമണം ഇളക്കാം. അതിനുശേഷം ചിക്കൻ ഇടാം. ചിക്കൻ കാച്ചിയതിടാം. എന്നിട്ട് നല്ല പാങ്ങൽ ഇളക്കാം. അത് കുറച്ച് നല്ല വേവട്ടയിൽ എന്നിട്ട് നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാല റെഡിയായി. ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം ഉള്ളി ഇടാം. നമുക്ക് കറുവപ്പട്ട അങ്ങനത്തൊന്നും ഇടയില്ല, നമുക്ക് ഇഷ്ടമില്ല. എന്നിട്ട് വെള്ളം കൂട്ടാം. ഒരു പാട്ട അരിക്ക് 2 പാട്ട വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇവിടെ എടുക്കുന്നത് ജീരകശാല അരിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ലേശം ഉപ്പിടാം. അരി കഴുകിയ ശേഷം വെള്ളത്തിലേക്ക് ഇടാം. അതിനുശേഷം ഇളക്കാം. അത് തിളച്ച് വരുമ്പോൾ കുറച്ച് നെയ്യിടാം. നെയ്യിട്ട ശേഷം നല്ല പാങ്ങൽ തിളച്ച് മാറ്റി വെക്കാം. നമ്മൾ ചോറ് കീച്ച് വെക്കുന്ന കുക്കറിലാണ് ചോറ് വെക്കൽ. റൈസ് റെഡിയായി, മസാലയും റെഡിയായി. എല്ലാവരും സിമ്പിൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്.